നമസ്കാരം. പ്രധാന വാർത്തകൾ. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ചങ്ങരംകുളം ആലങ്കോട് മദ്രസയ്ക്ക് സമീപം തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. തെരുവുനായ ആക്രമണം പലതവണ അധികാരികളെ ഓർമ്മപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന 65 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്. പെരുമ്പിലാവാക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്കും പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച് UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പാലയൂർ സ്വദേശിയായ KT ബാബുവിനെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യം. NGO അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും കോൺഗ്രസ് ജില്ലാ നേതൃത്വം വഴി ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അസോസിയേഷനെയും പാർട്ടി നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെയാണ് ചാവക്കാട് തഹസിൽദാറായി സർക്കാർ നിയമിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇടപെട്ടാണ് ഇടത് യൂണിയനിൽപ്പെട്ടയാളെ ചാവക്കാട് തഹസിൽദാറായി നിയമിച്ചതെന്നാണ് കോൺഗ്രസ് അനുകൂല യൂണിയനും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് സംബന്ധിച്ച ചർച്ച ചൂടേറുകയാണ്. ചാവക്കാട് മുൻ തഹസിൽദാറായിരുന്ന ഷാജി ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ ഗുരുവായൂർ ദേവസ്വം തഹസിൽദാറായി ജോലി ചെയ്തു വരികയാണ്. ചങ്ങരംകുളം ആലങ്കോട് മദ്രസയ്ക്ക് സമീപം തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 47 വയസ്സുള്ള അഫ്സൽ ഇർഷാദി, മുഹമ്മദ് അലൻ, അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഏതാനും ദിവസം മുൻപ് ആലങ്കോട് വിദ്യാർത്ഥികളായ ഷിബില ഷിറിൻ, ചേലാക്കൽ ആലങ്കോട്, മുഹമ്മദ് ഷയാൻ എന്നിവർക്കും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വ്യാപകമായ തെരുവുനായ ആക്രമണം പലതവണ അധികാരികളുടെ ഓർമ്മപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. തെരുവുനായയുടെ ആക്രമണത്തിൽപ്പെട്ട 6 വയസ്സുകാരൻ മുഹമ്മദ് അലനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ ടെറസിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയ യുവാവിന്റെ ധീരതയാണ് ആലങ്കോട് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആലങ്കോട് പട്ടാംകുന്ന് വലിയകത്ത് അജ്മൽ കാട്ടിയ സംയോജിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. ഞായറാഴ്ച രാവിലെ അജ്മലിന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് അലന് നേരെയാണ് തെരുവുനായ ആക്രമണം നടത്തിയത്. നായ കുഞ്ഞിനെ നിലത്തേക്ക് മറിച്ചിട്ട് ആക്രമിക്കുന്നത് ടെറസിലുണ്ടായിരുന്ന അജ്മലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ താഴേക്ക് എടുത്തു ചാടിയ അജ്മൽ നായയെ നേരിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ അജ്മലിനും നായയുടെ കടിയേറ്റു. ബഹളം കേട്ട് ഓടിയെത്തിയ മദ്രസാധ്യാപകൻ അഫ്സൽ ഇർഷാദിനും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. മുഹമ്മദ് അലൻ, അജ്മൽ, അഫ്സൽ ഇർഷാദ് എന്നിവർ ചികിത്സ തേടി. മണാളത്ത് വളപ്പിൽ ഇസ്മായിലിന്റെ മകനാണ് മുഹമ്മദ് അലൻ. ഇസ്മായിലിന്റെ സഹോദരി പുത്രനാണ് അജ്മൽ. അടുത്തടുത്തുള്ള വീടുകളിലായതിനാൽ ഇരുവരും സഹോദരങ്ങളെപ്പോലെ വളർന്നവരാണ്. അതേസമയം ആലങ്കോട് മേഖലയിൽ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികന് തെരുവുനായുടെ കടിയേറ്റു. മലപ്പുറം നന്നമുക്ക ഇടയത്ത് വീട്ടിൽ 65 വയസ്സുള്ള ബാലനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. സുഖമില്ലാത്തതിനെ തുടർന്ന് നടപ്പാതയിൽ വിശ്രമിക്കുമ്പോൾ നായ ഓടിവന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ബാലൻ പറഞ്ഞു. വലത് ചെവിയിലാണ് കടിയേറ്റത്. ഹോട്ടൽ ജോലിക്കാരനായ ഇയാൾ 20 വർഷത്തോളമായി ഗുരുവായൂരിലാണ് കഴിയുന്നത്. നാട്ടുകാരും ടെമ്പിൾ പോലീസും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ഷേത്രനഗരിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയിൽ കാൽനട യാത്രികരെ ആക്രമിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു.
ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് ഞായറാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതായി DMO അറിയിച്ചു. കിഡ്നി രോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അബൂബക്കർ. മൃതദേഹം ബ്രഹ്മകുള മാസ്റ്റർ സ്കൂളിന് സമീപം മകളുടെ വീട്ടിലെത്തിച്ച് ഖബറടക്കം നടത്തി. ബി വാത്തുകുട്ടി ഭാര്യയും അജിത, സജിത, സബിത എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് അക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഇരുചക്രവാഹന യാത്രക്കാരൻ പട്ടാമ്പി ഞാങ്ങാട്രി അള്ളന്നൂർ വീട്ടിൽ 25 വയസ്സുള്ള നിഹാലിനാണ് പരിക്കേറ്റത്. യുവാവിനെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ അക്കിക്കാവ് ജംഗ്ഷനിലായിരുന്നു അപകടം. ജംഗ്ഷനിൽ ഭാഗികമായി ഗതാഗതവും തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മന്ദലാംകുന്ന് ബദർപള്ളി ആറുവരി പാതയിൽ പാലത്തിന് മുകളിൽ കൂട്ടിയിട്ട കമ്പിയിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് ഗുരുവായൂർ സ്വദേശി രാജേഷിനും, അണ്ടത്തോട് പാപ്പാളിയിൽ ആറുവരി പാതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ചാവക്കാട് തിരുവത്ര സ്വദേശി കുഞ്ഞുമൊയ്തു, ഭാര്യ നസിയ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറിയ മഴ പെയ്താൽ ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പതിവാണ്. തെരുവിളക്കുകൾ പ്രകാശിക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗുരുവായൂരിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 63 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. നെന്മിനി കരുവാൻപടി മംഗലത്ത് ലീലാധരന്റെ വീട്ടിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്ന ജോലിക്കായി എത്തിയതായിരുന്നു. ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഉടൻ തന്നെ എക്സ് പ്രവർത്തകർ സ്ഥലത്തെത്തി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർഷങ്ങളായി ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തുകയായിരുന്നു രാജു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പുതൂർകുളം നാശത്തിന്റെ വക്കിൽ. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡ് കുന്നത്തേരിയിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശവാസികൾ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും ആശ്രയിച്ചിരുന്നത് പുതൂർകുളത്തിനെയാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിലും നീന്തൽ മത്സരങ്ങൾക്കും കുളം ഉപയോഗിച്ചിരുന്നു. പടവുകളോടുകൂടിയുള്ള കുളിക്കടവും സംരക്ഷണ ഭിത്തിയും ഉണ്ടായിരുന്ന കുളം മണ്ണിടിഞ്ഞു വീണും ചണ്ടിമൂടിയും ഉപയോഗശൂന്യമായി. മെമ്പർ പോയി പഞ്ചായത്തിൽ പറഞ്ഞിട്ടും അവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഈ അവസ്ഥയിൽ ആക്കിയിട്ടൊക്കെയാണ് ഈ കുളം. ഞാൻ എൻ്റെ മക അതേപോലെ ഈ ഇവിടുത്തെ ഓമിക്കുന്ന് നഗറിലത്തെ എല്ലാവരും, നമ്മുടെ ഈ കുന്നത്തേരിയിലത്തെ എല്ലാവരും നീന്തം പഠിച്ചിട്ടുള്ള കുളമാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ കുട്ടികൾ പറയുകയാണെന്ന് ഞാൻ വന്നപ്പോൾ ഇവർക്ക് നീന്തം പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഇവർക്ക് നീന്തം പഠിക്കാൻ ഇനി പൈസ കൊടുത്തിട്ട് ഒരു കുളം കുത്തേണ്ടി വരും. അത്ര അടിയന്തരമായി ഇതിന് പൈസ അനുവദിച്ചേ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിരാഹാരം കിടക്കാനുള്ള സമരത്തിലേക്കാണ് പോണത്. അത്രയും വിഷമമുള്ളൊരു കാര്യമാണിത്. ഏകദേശം 20 വർഷത്തിലധികമായി കുളം നാശത്തിന്റെ വക്കിലാണ്. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികളോട് കുളത്തിന്റെ നവീകരണം നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പരിഗണിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾ കുളിക്കുന്ന കുളമാണ്. ഞങ്ങളോടും ആരും മരിച്ചാലും ഞങ്ങൾക്കൊന്ന് മുങ്ങി കുളിക്കാനോ ഒരു ബലിയിടാനോ ഒന്നിനൊരു പാകമില്ല. 4 വശത്തും കഥകളും മൊന്തകളൊക്കെയാണ്. 10-40 കൊല്ലമായവരാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന്. 45 കൊല്ലമായി വന്നിട്ട് 50 കൊല്ലമായവരുണ്ട്. ഈ കുളത്തിൽ തന്നെ ഞങ്ങൾക്കൊരു ഉപയോഗമുള്ള, ഞങ്ങൾക്ക് വേറൊരു കിണറ്റിൽ നിന്ന് ഒന്നും അലക്കി കുളിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പാകമില്ല. ഞങ്ങൾക്ക് ഇതിൽ വരണം. ഈ പഞ്ചായത്തിൽ നിന്ന് ആരാ വന്നിട്ട് ഞങ്ങൾക്ക് ഈ കുളം ഒന്ന് വൃത്തിയാക്കി തരണം. വേനൽക്കാലം തൊട്ട് വർഷക്കാലം വരെ ഇതിൽ കലക്കി കുളിക്കാൻ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാനും ഇല്ല, ഒന്നൊരു പാകവും ഇല്ല. ഞങ്ങൾ വെള്ളം വല്ലവരും കിട്ടുന്ന പാടന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും വെള്ളം കിട്ടാനും വീട്ടിലിറക്കി കുളിക്കാനൊന്നും ഇല്ല. ഇനി നിങ്ങൾ എവിടെ പോയിട്ട് എന്താ ചെയ്തതിൽ വീണ് ചാവില്ലേ? ഇതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. കുളം ഒന്ന് വൃത്തിയാക്കി തരണം. ആരായാലും വശങ്ങൾ ഇടിഞ്ഞു വീണ കുളം നാട്ടുകാർക്ക് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. കുന്നത്തേരി പാടശേഖരത്തിലേക്ക് കർഷകർ നടന്നു പോകുന്നത് കുളത്തിന്റെ അരികിലുള്ള വഴിയിലൂടെയാണ്. ട്രാക്ടർ ഉൾപ്പെടെയുള്ള കാർഷിക യന്ത്രങ്ങൾ കൊണ്ടുപോയിരുന്ന ഈ വഴിയുടെ പകുതി ഭാഗവും ഇടിഞ്ഞ് കുളത്തിലേക്ക് വീണിരിക്കുകയാണ്. കുളത്തിൽ മനുഷ്യരോ മൃഗങ്ങളോ അബദ്ധത്തിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ കഴിയാത്ത തരത്തിലാണ് പായൽ പടർന്നു കിടക്കുന്നത്. കുളത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ നജീബ് കൊമ്പത്തേയിൽ ഓൺലൈൻ വഴി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. കുളത്തിന്റെ നവീകരണം നടത്തിയില്ലെങ്കിൽ പഞ്ചായത്തിലും ശക്തമായ സമരപരിപാടികൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. കുന്നംകുളം കളേഴ്സ് ഫാമിലി ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 12ാമത് വാർഷിക ദിനാഘോഷം ചൊവ്വന്നൂർ മരീന ഹോമിൽ സംഘടിപ്പിച്ചു. രാജൻ പടിഞ്ഞാറേത്തലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അന്തേവാസികൾക്ക് കേക്ക് മുറിച്ച് നൽകിക്കൊണ്ട് വാർഷിക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ ജയകുമാർ, ശാലിനി ടീച്ചർ, രേണുക, പ്രമോദ് കെ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മത്തങ്കോട് സ്വദേശി സദാനന്ദനുള്ള ചികിത്സാ സഹായധനം കൈമാറി വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു.
ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്കിന്റെ 5ാമത് വാർഷിക സമ്മേളനം നടന്നു. കുന്നംകുളം ലിവ ടവറിൽ നടന്ന സമ്മേളനം AKPBA ജില്ലാ കമ്മിറ്റി രക്ഷാധികാരി ആൻഡോ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട് താലൂക്ക് സെക്രട്ടറി ഷാജി CKയും വരവ് ചെലവ് കണക്കുകൾ താലൂക്ക് ട്രഷറർ എഡ്വി ജോസും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് രാജൻ PS, കുന്നംകുളം കമ്മിറ്റി രക്ഷാധികാരി രാജൻ പുലരി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 26-ാം തീയതി പെരുമ്പിലാവ് KRN ഹോട്ടലിൽ വെച്ച് നടക്കാനിരിക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട IT ഉദ്യോഗസ്ഥൻ അബ്ദുള്ളയെ ഒടുവിൽ വിധി മറ്റൊരു തരത്തിൽ തേടിയെത്തി. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിലാണ് ചാവക്കാട് സ്വദേശി അബ്ദുള്ള വിട പറഞ്ഞത്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജന്മനാ നേരിട്ട ശാരീരിക പരിമിതികളെയും അപൂർവ രോഗാവസ്ഥയെയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെ അതിജീവിച്ച് മാതൃകയായ ചാവക്കാട് സ്വദേശി ബ്ലാങ്ങാട് കോളനിപ്പടി തെക്കൻ ഹനീഫയുടെ മകൻ 26 വയസ്സുള്ള അബ്ദുള്ളയാണ് കർണാടകയിലെ IT ഹബ്ബായ ബംഗളൂരുവിൽ കാറിടിച്ചു മരിച്ചത്. ബംഗളൂരുവിലെ ജോലിസ്ഥലത്തിന് സമീപമായിരുന്നു അപകടം. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനായി തന്റെ ഇലക്ട്രിക് വീൽചെയറിൽ പോവുകയായിരുന്ന അബ്ദുള്ളയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുള്ളയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി. പ്രതിസന്ധികളെ കാറ്റിൽ പറത്തിയ വിസ്മയിപ്പിച്ച വിജയഗാഥയായിരുന്നു അബ്ദുള്ളയുടെ ജീവിതം. ബാല്യം മുതൽ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട അബ്ദുള്ളയെ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അപൂർവമായ രോഗാവസ്ഥയും പിടികൂടി. എന്നാൽ വിധിയുടെ ക്രൂരതകൾക്ക് മുന്നിൽ കീഴടങ്ങാൻ അയാൾ തയ്യാറായില്ല. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേക കരുതലിൽ LKG മുതൽ +2 വരെ ചിറ്റിലപ്പള്ളി IES സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. തുടർന്ന് തമിഴ്നാട്ടിലെ സേലം KSR കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. 18-ാം വയസ്സുവരെ കഠിനമായ രോഗാവസ്ഥയോട് പൊരുതിയ അബ്ദുള്ള 2 വർഷം മുൻപാണ് ബംഗളൂരുവിലെ പ്രമുഖ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിച്ചത്. അവധിക്ക് നാട്ടിൽ വന്ന അബ്ദുള്ള കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിലേക്ക് തിരികെ പോയത്. പ്രതിസന്ധികളോട് പടവെട്ടി ഉന്നത വിജയം വരിച്ച ഒരു മാതൃകാ യുവാവിന്റെ അപ്രതീക്ഷിത വിയോഗം ബ്ലാങ്ങാട് ഗ്രാമത്തെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ ബ്ലാങ്ങാട് കാട്ടിൽപ്പള്ളി ഖബർസ്ഥാനിൽ നടത്തി. നിഷ മാതാവും മുഹമ്മദ് ആസിഫ്, ഉമ്മർ മുക്താർ, ആമിന എന്നിവർ സഹോദരങ്ങളുമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം, സ്ത്രീകളോടുള്ള വഞ്ചനയ്ക്കെതിരെ പഴഞ്ഞി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. PK കൗസല്യയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ CPIM പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷററും CDS ചെയർപേഴ്സണുമായ ബിന്ദു മനോഹരൻ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി ശൈലജ അരുൺദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പുഷ്പലത ശ്രീധരൻ നന്ദിയും പറഞ്ഞു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സബിത രാധാകൃഷ്ണൻ, ബിന്ദു സജീവ്, പ്രസീന സതീശൻ, ലീല ഭാസ്കരൻ, അനുഷ, ബിന്ദു രവി എന്നിവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആൽത്തറ സെന്ററിൽ പതാക ദിനം സംഘടിപ്പിച്ചു. ജൂൺ 27-28 തീയതികളിൽ പുന്നേർക്കുളത്ത് വെച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജൂൺ 27 ശനിയാഴ്ച രാവിലെ 9-ന് പ്രതിനിധി സമ്മേളനം ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കും. ജൂൺ 28 ഞായറാഴ്ച വൈകിട്ട് 4-ന് പ്രകടനവും പൊതുസമ്മേളനവും പുഴിക്കളയിൽ KV രാമകൃഷ്ണൻ നഗറിലും നടത്തും. സമ്മേളനത്തോടനുബന്ധിച്ച് കർഷക ആദരവ്, കാർഷിക ക്ലാസ്, കാർഷിക മത്സരങ്ങൾ, നാടൻപാട്ട്, മഴപ്പെയ്ത്ത്, ഞാറ്റുവേല ചന്ത എന്നീ വിവിധ പരിപാടികൾ ഉണ്ടാകും. ഏരിയ സെക്രട്ടറി അബ്ബാസ് മാലിക്കുളം പതാക ഉയർത്തി. MR രാധാകൃഷ്ണൻ, രവീന്ദ്രൻ, AD ധനീബ്, CD ചിത്രാംഗതൻ, EP സുഭാഷ്, V അപ്പുമാഷ്, സുരേഷ്, V താജുദ്ദീൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ലേബർ മൂവ്മെന്റ് മറ്റം സെന്റ് തോമസ് ഫൊറോന യൂണിറ്റിന്റെയും കാട്ടൂക്കാരൻ വൈദ്യശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് MV ആന്റണി അധ്യക്ഷനായി. ആയുർവേദ ഡോക്ടർമാരായ മനീഷ ബാബു, T പാർവതി, ജോമി ജോസഫ്, ഡെറീന ജിൻസൺ, അഭിജിത്ത് എന്നിവർ ക്യാമ്പിൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ശേഷം രോഗനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യ മരുന്ന് വിതരണവും നടത്തി. സിനിമാ കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ അജയൻ ചാലിശ്ശേരിയെയും സീനിയർ നാഷണൽ 7ാമത് സെസ്റ്റോബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഇടം നേടിയ GCC ക്ലബ്ബ് താരം ലബീബിനെയും GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു.
അജയൻ ചാലിശ്ശേരിയെയും കേരള സസ്റ്റോബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ലബീബിനെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളും പങ്കെടുത്തു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗുരുവായൂർ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവ സ്വാഗത സംഘം രൂപീകരിച്ചു. ഗുരുവായൂർ സൺറൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KS പവിത്രൻ അധ്യക്ഷത വഹിച്ചു. TV ശ്രീനിവാസൻ, നാരായണ ഭട്ടതിരിപ്പാട്, CM ശശിധരൻ, മോഹനകൃഷ്ണൻ, NG വിനീത് കുമാർ, TP മുരളി, P ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 15-നാണ് ഗണേശോത്സവം. ഭാരവാഹികളായി രക്ഷാധികാരി, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചെയർമാൻ രാജീവ്, കൺവീനർ KS പവിത്രൻ എന്നിവർ അടങ്ങുന്ന 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പ്രചരണം നടത്തി. പെരുമ്പിലാവ്, അക്കിക്കാവ്, കേച്ചേരി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകളിൽ ലഹരി വിരുദ്ധ സ്റ്റിക്കർ പതിക്കുന്നതിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI പ്രേംജിത്ത് നിർവഹിച്ചു. ASI മധു, CPO അർഷാദ് എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മധുരിക്കും വിജയം 2026 സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അവാർഡ് ജേതാവായ അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, ആനി വിനു, സജീഷ് കളത്തിൽ, ക്ലബ് രക്ഷാധികാരി ബാബു നാസർ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജയൻ ചാലിശ്ശേരി അനുമോദിച്ചു. ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 2025-26 SSLC, +2, LSS ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അബാക്കസ് ജൂനിയർ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മിഥുൻ K ഹരിദാസിനെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. ക്ലബ് പ്രസിഡന്റ് KK സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ക്ലബ് രക്ഷാധികാരിയും അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെ സെക്രട്ടറിയുമായ ഉണ്ണി മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബാലൻ K മുഖ്യാതിഥിയായ ചടങ്ങിൽ 4ാം വാർഡ് മെമ്പർ അബ്ദുൾ ഗഫൂറും QT ഗോൾഡ് സ്റ്റാർ ഗുരുവായൂരും നൽകിയ നോട്ട് ബുക്കുകളും പേനയും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ഓണപ്പൂക്കളം തീർക്കാൻ PFA എല്ലാ വർഷവും നടത്തിവരുന്ന ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ നടീൽ ഉദ്ഘാടനവും വിശിഷ്ടാതിഥികൾ ചേർന്ന് നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് സ്വാഗതവും ട്രഷറർ കേശവദാസ് V നന്ദിയും പറഞ്ഞു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉന്നത വിജയികളെയും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളെയും അനുമോദിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശ്ശേരി ഡിവിഷൻ അംഗം ബാവ മാളിയേക്കൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് BT ബൽറാം MLA നിർവഹിച്ചു. തലക്കശ്ശേരി തൊഴുക്കാട് മെഹ്താജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. ബാവ മാളിയേക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. DCC ഭാരവാഹികളായ K ബാബു നാസർ, P മാധവദാസ്, P ബാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP മുഹമ്മദ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കളും നാട്ടുകാരും രക്ഷിതാക്കളും പങ്കെടുത്തു. DYFI പെരുമണ്ണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പഠനോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് നിവേദ്യ അധ്യക്ഷയായി. CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമാവേലായുധൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം സുനിത ഉണ്ണികൃഷ്ണൻ, DYFI പെരുമണ്ണ് വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി PK അജാസ്, ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി RS അഭിനവ് എന്നിവർ സംസാരിച്ചു. പരീക്ഷാ വിജയികൾക്ക് അനുമോദനത്തിന്റെ ഭാഗമായി മൊമെന്റോയും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യോഗ ദിനം ആചരിച്ചു. യോഗയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ, യോഗയുടെ പ്രസക്തി എന്നിവയെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ ഷേബ ജോർജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാദിന പ്രമേയം. വിദ്യാർത്ഥികൾ വിവിധ യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സക്കറിയ OSC, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, യോഗ ഇൻസ്ട്രക്ടർ സുജിന സുകുമാരൻ, അധ്യാപകരായ B ജയന്തി, ബെനിറ്റ ചാർലി എന്നിവർ നേതൃത്വം നൽകി. പുനേർകുളം കുന്നത്തൂർ സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ചർച്ചയിൽ വിഷപ്പാമ്പുകളും കടിയേറ്റൽ ചെയ്യേണ്ട മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഫോട്ടോഗ്രാഫർ കൂടിയായ മെഹബൂബ് പാമ്പുകളുടെ ഫോട്ടോ സഹിതം വിശദീകരിച്ച ക്ലാസ് എടുത്തു. ഷാജൻ വാഴപ്പുള്ളി, AK സതീഷ് കുമാർ, രാജേഷ് കാടാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വായന, അറിവും അനുഭൂതിയും വിഷയാവതരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടത്തി. കവിയും പ്രഭാഷകനുമായ പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ശശികുമാർ അധ്യക്ഷനായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം PN വിജയകുമാർ ഉപഹാരം വിതരണം ചെയ്തു. കൺവീനർ പ്രീതി രാജേഷ്, ജിനിൽ മലയാറ്റിൽ, ഇടം പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി അക്ബർ അലി എന്നിവർ സംസാരിച്ചു. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് RJD കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗുരുവായൂർ റോഡിലെ ദയാ ഹോസ്പിറ്റലിന് മുൻപിൽ നടത്തിയ ധർണ RJD ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് സൈമൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. MP റഫീഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. RYJD സംസ്ഥാന കമ്മിറ്റി അംഗം അശ്വിൻ ഗുരുവായൂർ, ജയരാജ്, രഞ്ജിത്ത് വടുതല, KH നൌഷിജ, റെനീസ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2026 FIFA വേൾഡ് കപ്പ് പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. പ്രസിഡന്റ് ലാസർ വാഗയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 4-ാം തീയതി 5 മണിവരെ എൻട്രികൾ സ്വീകരിക്കും. ക്ലബ്ബ് ഭാരവാഹികളായ ജോഷി, സേവിയർ, നേവൽ, സിജോ ചീരൻ എന്നിവർ സംസാരിച്ചു. 1, 2, 3 സ്ഥാനക്കാർക്ക് 3001, 2001, 1001 രൂപയും ട്രോഫിയും നൽകും. 13ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ യോഗാ ദിനാചരണം സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. അധ്യാപികയും യോഗ ട്രെയിനറുമായ ഐശ്വര്യ പീറ്റർ നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനത്തിന് സന്ദേശം. പ്രധാനാധ്യാപിക PK റൽന BB, CJ ജിൻസി, MK സലീം, PM മുബീന, PM ഹസീന, AB രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനവും ചടങ്ങിൽ നൽകി. SDPI 18ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയും ബ്രാഞ്ചും സംയുക്തമായി ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് ദിലീപ് അത്താണി പതാക ഉയർത്തി. ചാവക്കാട് ബ്രാഞ്ച് പ്രസിഡന്റ് മാഹിൻ, ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ, മുനിസിപ്പൽ സെക്രട്ടറി ഹാരിസ്, ജോയിന്റ് സെക്രട്ടറി ഹംസക്കോയ, ട്രഷറർ നസീബ, ബ്രാഞ്ച് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം കാട്ടുകാമ്പാൽ ചെറായി കുഞ്ഞൻ ഭാര്യ വിലാസിനി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കിഷോർ, ഇനീഷ്യൻ, സുനീശൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം എലവത്തറ വീട്ടിൽ വാസു നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ശാന്ത ഭാര്യയും മിനി, സുനി, സ്വപ്ന എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ചങ്ങരകുളം മാലങ്കോട് മദ്രസയ്ക്ക് സമീപം തെരുവുനായുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. തെരുവുനായ ആക്രമണം പലതവണ അധികാരികളെ ഓർമ്മപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന 65 വയസ്സുകാരന് തെരുവുനായുടെ കടിയേറ്റു. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്.
പെരുമ്പിലാവാക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച യുവാവിന് പരിക്ക്. പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്കും പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.